നമുക്ക് അബിയുടെയും ജാനകിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ വിശേഷത്തിൽ അപർണ എന്ത് ചെയ്യണമെന്ന് അറിയില്ല നിൽക്കുകയാണ്. അമല് പറഞ്ഞ കാര്യങ്ങൾ അപർണയുടെ ചെവിയിലേക്ക് ആഴ്ന്നിറങ്ങുവാണ്. തൻ്റെ അച്ഛൻ ആത്മഹത്യ ചെയ്തെന്ന് അപർണയ്ക്ക് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. ആ സമയത്ത് അമല് പറഞ്ഞു, ബാക്കി എല്ലാവരും കാത്തു നിൽക്കുക, നീ താഴേക്കുക, നിന്റെ വീട്ടിലേക്ക് പോകണം. അപ്പോഴേക്കും അപർണ പറഞ്ഞു, ഞാൻ വരുന്നില്ല. വരുന്നില്ലാന്നോ? നീ എന്താ അപർണ ഇങ്ങനെ പറയണേ? നിന്റെ അച്ഛനാണ് മരിച്ചു കിടക്കുന്നത്, അപ്പം നീ വരുന്നില്ലാന്നോ? അതെ, ഞാൻ വരുന്നില്ല. എനിക്ക് അച്ഛനില്ല, എനിക്ക് ആരെയും കാണണ്ട. അല്ല, നീ അച്ഛനെ സ്തുതി പാടിക്കൊണ്ട് നടന്നാണല്ലോ ഇത്രയും കാലം. അച്ഛനെ വാനോളം പുകഴ്ത്തി പാടിക്കൊണ്ട് എൻ്റെ അച്ഛനാണല്ല, എൻ്റെ അച്ഛനോട് ഞാൻ മരിക്കുമെന്നും പറഞ്ഞ് നടന്നവളാണല്ലോ. എന്നിട്ട് അച്ഛൻ അവിടെ മരിച്ചു കിടക്കുമ്പോൾ നിനക്ക് നിന്റെ അച്ഛനെ കാണണ്ടാന്നോ? ഞാൻ പറഞ്ഞല്ലോ അമലെ, എനിക്ക് അച്ഛനില്ല, എനിക്ക് ആരെയും കാണണ്ട എന്നും പറഞ്ഞിട്ട് വാച്ച് പിടിച്ച് അപർണ എവിടെ ഇരിക്കുക. ആ സമയം അവർ പറഞ്ഞു, അങ്ങനെയാണ് പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിനക്ക് നിന്റെ അച്ഛനെ കാണുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ നിന്നെ നിർബന്ധിക്കാൻ പോകുന്നില്ല. എടീ, നിന്റെ അച്ഛൻ ചെയ്ത ക്രൂരതയ്ക്കുള്ള ശിക്ഷയാണ് കിട്ടിയിരിക്കുന്നത്. ഇതുപോലെ തന്നെയായിരുന്നു സേനനും. നിന്റെ അച്ഛൻ്റെ വലിയ കൂട്ടുകാരനായിരുന്നു. ഒടുവിൽ എന്ത് സംഭവിച്ചു? അയാളും ആത്മഹത്യ ചെയ്യുകയോ ചെയ്തേ. ഇത്രയും കാലം ചെയ്തു കൂട്ടിയ പാവങ്ങളൊക്കെ ഓർത്തിട്ട് നിന്റെ അച്ഛന് തന്നെ തോന്നിക്കാണും ജീവിക്കാനുള്ള അർഹതയില്ലെന്ന്. ജാനിയടത്തിയോടും ജാനിയടത്തിയുടെ അമ്മയോടും ചെയ്ത ക്രൂരത നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. സ്വന്തം മകളാന്ന് അറിഞ്ഞിട്ട് പോലും ജാനിയടത്തിയെ വെറുതെ വിടാൻ കൂട്ടാക്കിയില്ല നിന്റെ അച്ഛന്. അതുപോലെ തന്നെ ഒരു സ്ത്രീയെ അത്ര ക്രൂരമായി പീഡിപ്പിച്ച് ഒരു കുഞ്ഞിനെ ഉണ്ടാക്കിയിട്ട് ഇത്രയും കാലം സൂചിച്ച് നിന്നോടും നിന്റെ അമ്മയോടൊപ്പം കഴിഞ്ഞ ആളാ അയാള്. എന്നിട്ടോ നീ അയാളെ കണ്ണടച്ച് വിശ്വസിച്ചു, ദൈവതുല്യനായിട്ട് സ്നേഹിച്ചു. ഒടുവിൽ നിനക്ക് കിട്ടേണ്ട തന്നെ കിട്ടിയത്. അന്ന് നിന്നോട് ഞാൻ പറഞ്ഞു, പലവട്ടം പറഞ്ഞു, നീ നിന്റെ അച്ഛനെ വിശ്വസിക്കരുത്, നിനക്ക് അവസാനം കിട്ടാൻ പോകുന്നത് എന്തായിരിക്കുന്നു. പക്ഷെ അന്നൊക്കെ എനിക്കൊരു പുല്ല് വിലയെ തന്നെ. നിന്റെ അച്ഛൻ്റെ വാക്കുകൾ കേട്ട് നീ അളകാപുരിക്കെതിരെ യുദ്ധത്തിനിറങ്ങി. അതുകൊണ്ട് നീ എന്ത് നേടി? ഇപ്പം കണ്ടില്ലേ നിന്റെ അച്ഛൻ കിടക്കണേ. ആ സമയത്ത് അപർണയുടെ മനസ്സിൽ കൂടെ പല പല ചിന്തകളും വന്നു. അച്ഛൻ തന്നെ കൊണ്ടുനടക്കുന്നത് അത്രയ്ക്ക് കാര്യമായിരുന്നു, അത്രയ്ക്ക് സ്നേഹമായിരുന്നു അച്ഛന് തന്നോട്. അമ്മയെപ്പോലും താൻ അത്ര സ്നേഹിച്ചിട്ടില്ല. അച്ഛനോടായിരുന്നു തനിക്ക് സ്നേഹം കൂടുതൽ. പക്ഷേ ഇങ്ങനെ ഒരു ചതി ചെയ്തെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തൊട്ട് താൻ അച്ഛനെ വെറുത്തതാ. ഒരു പക്ഷേ അച്ഛനത് താങ്ങാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. അച്ഛനോട് താൻ പറയുകയും ചെയ്തു, ഇതിനേക്കാളും ഭേദം അച്ഛൻ പോയി വല്ല ആത്മഹത്യ ചെയ്യുന്നതാണ്. തൻ്റെ വാക്കുകളാണോ ചിലപ്പം അച്ഛനെ ഈ ഒരു രീതിയിലേക്ക് കൊണ്ട് എത്തിച്ച് ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ച് എന്നൊരു ചിന്ത അപർണയുടെ മനസ്സിലുണ്ടാവുന്നുണ്ട്. അല്ലെങ്കിലും അത്രയും ക്രൂരതകളൊക്കെ ചെയ്തിട്ട് അച്ഛൻ ഇനി ഭൂമി ജീവിച്ചിരിക്കാൻ അർഹതയില്ല. ഒരു പക്ഷേ അച്ഛൻ മരിച്ചില്ലായിരുന്നെങ്കിൽ താൻ അച്ഛനെ കൊല്ലുക പോലും ചെയ്തേനം. അങ്ങനെയുള്ള ചിന്തയും കൂടെ അപർണയുടെ മനസ്സിൽ വന്നിട്ടുണ്ട്. പാവം തൻ്റെ അമ്മ തന്നെ എത്രയോ വട്ടം ഉപദേശം നേരെയാക്കാൻ നോക്കി, എന്നിട്ടൊന്നും താന് അതൊന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ല. അപർണയുടെ മനസ്സിൽ കൂടെ പല പല ചിന്തകളും വരുമ്പോഴത്തേനും അമൽ എന്ത് ചെയ്തു? താഴേക്ക് ഇറങ്ങി ചെന്നു. അഭി ചോദിച്ചു, എന്താടാ അമലെ, എന്തിയെ അപർണ എന്തിയെ? അവൾ വന്നില്ലെന്ന് ചോദിക്കണം. അമൽ പറഞ്ഞു, അവൾ വരുന്നില്ലാന്ന്. വരുന്നില്ലാന്നോ? നീ ഇതെന്ത് വർത്താനാണ് പറയുന്നേ? ജാനകി പറഞ്ഞു, അമലെ, ഇങ്ങനൊന്നും പറയാൻ പാടില്ല, അവളെയും കൂടെ നീ പോയി കൂട്ടിക്കൊണ്ട് വാ. ഞാൻ പറഞ്ഞു ജാനിയടുത്തി, അവൾ വരുന്നില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ചാൽ അതെങ്ങനെ ശരിയാവൂടാ? ഒറ്റ മോളല്ലേ തമ്പിക്ക്. അപ്പം അവളവിടെ ഉണ്ടാവണം. പോരാത്തേന് നീ അവളുടെ ഭർത്താവല്ലേ, നീ വേണം ബാക്കി കാര്യങ്ങളൊക്കെ മുന്നോട്ട് ചെയ്യാനായിട്ട്. ഞാനാ നല്ല കഥയായി, എന്നെ കൊണ്ട് അതിനൊന്നും പറ്റില്ല എന്ന് പറയണം. ദേ അമലെ, നിനക്കൊരു കാര്യം അറിയാലോ, മരിച്ചു കിടക്കുന്ന ഒരാളോട് നമ്മൾ ഒരിക്കലും ശത്രുത കാണിക്കാൻ പാടില്ല. അവിടെ അപർണയുടെ അമ്മയുണ്ട്. ആ സ്ത്രീ നിരപരാധിയാണ്. അവർ ഭയങ്കര പാവം, അവരെക്കുറിച്ച് അറിയാലോ. അവരിൽ നിന്ന് ഉരുകുവാണ് ഈ സമയത്ത്. നമ്മൾ അങ്ങോട്ട് ചെന്നിട്ട് അവർക്ക് താങ്ങും തണലുമായിട്ട് നിൽക്കണം. ഒരു പക്ഷേങ്കിൽ സ്വന്തം ഭർത്താവിനെ നഷ്ടപ്പെടുക മാത്രമല്ല, മോള് പല സത്യങ്ങളും അറിഞ്ഞതിൻ്റെ വേദന അവർക്കുണ്ട്. അതൊക്കെ അവർക്ക് എങ്ങനെ താങ്ങാൻ പറ്റുമെന്ന് പോലും അറിയത്തില്ല. അവർക്കും കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉള്ളതല്ലേ, കിഡ്നി പ്രോബ്ലം കാര്യങ്ങളൊക്കെ ഉള്ളതാ. വെറുതെ നമ്മളായിട്ട് എന്തിനാ? നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായം നമ്മൾ ചെയ്തു കൊടുക്കണം. ഒരു മകൻ്റെ സ്ഥാനത്ത് നീ വേണം അയാൾക്ക് വേണ്ടുന്ന കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അത് കേട്ടതും അമലിന് നല്ല ദേഷ്യമായി. അമൽ പറഞ്ഞു, അഭിയേട്ടൻ ഇത് എന്ത് വിചാരിച്ചാ? അയാൾ ചെയ്ത ക്രൂരതകളൊക്കെ അഭിയേട്ടൻ അറിയില്ലേ? എനിക്കറിയാം, പക്ഷേ അതിവിടെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ജാനകി അമലിനോട് പറഞ്ഞു, അമലെ, നീ ഒന്ന് സമാധാനമായിട്ടിരിക്കുക. നീ ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. ഞാൻ അവളോടൊന്ന് പോയി സംസാരിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ജാനകി അകത്തേക്കുന്നു. ആ സമയത്ത് അപർണ ഇങ്ങനെ ചലന വട്ട പോലെ ഇരിക്കുകയാണ്. അപർണയുടെ കണ്ണ് മാത്രം നിറഞ്ഞൊഴുകുന്നുണ്ട്, അല്ലാതെ അപർണ ഏങ്ങിയും കരയുന്നൊന്നുമില്ല. ആ ഇരിപ്പ് കണ്ടപ്പോൾ ശരിക്കും ജാനകിക്ക് സങ്കടം വന്നു. ഇത്രയും കാലം അത്ര സ്നേഹിച്ച അച്ഛനാണ് ഒരു നിമിഷം കൊണ്ട് തീർന്നു പോയത്. അതിനേക്കാളുപരി അച്ഛൻ തന്നോട് ചതിയെന്ന് അറിഞ്ഞപ്പോൾ അവൾക്ക് സഹിക്കാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ മേലാണ് ഇപ്പോൾ ഇത്. അങ്ങനെ അപർണ അവിടെ ജാനകി എന്നിട്ട് പറഞ്ഞു, അപർണെ, മരിച്ചു കിടക്കുന്ന നിന്റെ അച്ഛനാണ്.
നിനക്ക് അവസാനമായിട്ട് ഒരു നോക്ക് കാണാൻ പറ്റുള്ളൂ. ഇനി ഒരിക്കലും നീ ജീവിതത്തിൽ ആഗ്രഹിച്ചാൽ പോലും നിനക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് നീ എഴുന്നേറ്റ് വാ. അച്ഛനോട് നിനക്ക് ദേഷ്യം ഉണ്ടായിരിക്കാം. അപ്പം നീ എൻ്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചു നോക്കിയേ, ഞാൻ എത്രമാത്രം ദേഷ്യപ്പെടണമെന്ന് അങ്ങേരോട്. എൻ്റെ അമ്മയെ ക്രൂരമായിട്ട് പീഡിപ്പിച്ച് എനിക്ക് ജന്മം നൽകിയയാളാ. എനിക്ക് ജന്മം നൽകാൻ കാരണക്കാരനായവനാ നിൻ്റെ അച്ഛന്. എന്നിട്ട് പോലും ഞാനിപ്പം നിൻ്റെ അച്ഛനെ കാണാനായിട്ട് പോകാൻ അങ്ങോട്ട് കൂട്ടാക്കി. പക്ഷെ നീയോ ഇത്രയും കാലം നീ അത്ര സ്നേഹിച്ചിരുന്നല്ലേ. നിനക്ക് നാളെ ഒരു കുറ്റബോധം തോന്നരുത്. അപ്പോഴേക്കും അപർണ പറഞ്ഞു, ഞാൻ വരുന്നില്ല. നീ വരാതിരുന്ന എങ്ങനെ ശരിയാന്നേ. നിന്റെ അമ്മയുണ്ട്, നിനക്ക് അച്ഛൻ മാത്രമല്ല അമ്മയും കൂടെ ഉണ്ട്. നിന്റെ അമ്മയുടെ അവസ്ഥ നീ അത് ചിന്തിച്ചോ? അതിനെക്കുറിച്ച് നീ എന്താ ആലോചിക്കാത്തെ? അതുകൊണ്ടാ പറയണേ, നീയും കൂടെ അങ്ങോട്ടേക്ക് വരാൻ പറയണ. ഒടുവിൽ അപർണ എഴുന്നേറ്റു. ജാനകി അപർണയും വിളിച്ചോണ്ട് താഴേക്ക് ചെല്ലുവാണ്. അങ്ങനെ നേരെ അവരുടെ വീട്ടിലേക്ക് പോവാം. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അടുത്തുള്ള ആൾക്കാരൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നു. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നടത്തണമല്ലോ. അപ്പം അതിന് വേണ്ടി ഇനി പോസ്റ്റ്മാർട്ടം ചെയ്യണം. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപർണയും ജാനകിയും എല്ലാം കണ്ടപ്പോഴത്തേനും വസുന്ധര ഓടി വന്നു. അപർണയെ കെട്ടിപ്പിടിച്ചു. പക്ഷെ അപർണ കരഞ്ഞൊന്നുമില്ല. അപർണ ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ആ സമയത്ത് വസുന്ധരയ്ക്ക് മനസ്സിലായി അപർണയുടെ ഉള്ളിലെ ആ ഒരു വിഷമം എന്താന്ന്. ആ സമയം ജാനകിനെ കെട്ടിപ്പിടിച്ച് പിന്നീട് വസുന്ധര കരഞ്ഞു. ജാനകി പറഞ്ഞു, സങ്കടപ്പെടണ്ട ആൻറ്റി, ഈ വിഷമിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. അങ്ങനെയല്ലേ പറയാനായിട്ട് പറ്റുള്ളൂ. പിന്നീട് അമലും അബിയെല്ലാം ചേർന്നിട്ടാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പം പോസ്റ്റ്മാർട്ടം ചെയ്യാനെല്ലാം കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേനും പൊന്നൂസും ഒക്കെ വീട്ടിലുള്ളതുകൊണ്ട് രാധാമണി വീട്ടിലുണ്ടായതുകൊണ്ട് ജാനകി പറഞ്ഞു, അബിയേട്ടാ നമുക്ക് വീട് വരെ പോയിട്ട് വരാമെന്ന് പറയണം. അങ്ങനെ അമലിനെ അവിടെ ആക്കിയിട്ട് അബിയും ജാനകിയും കൂടെ വീട്ടിലേക്ക് വന്നു. ഈ സമയത്ത് ജാനകി പറഞ്ഞു, എന്നാലും ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് നമ്മളാരും പ്രതീക്ഷിച്ചില്ലല്ലേ. അബി പറഞ്ഞു, അത് ശരിയാ ജാനകി, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഒരു കാര്യമുണ്ട് അബിയേട്ടാ. എന്താ? നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിച്ചില്ലെങ്കിലും ഇവിടെ വേറൊരാൾ അതിനെക്കുറിച്ച് നന്നായിട്ട് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു. അതാരാ? അമ്മയോ? അതെ, അമ്മയ്ക്കറിയായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു. അതുകൊണ്ടാണ് അമ്മ വസുന്ധരാമ്മയോട് ഞാൻ അമ്മയുടെ മോളാന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ്. ഇതൊക്കെ അറിഞ്ഞ് കഴിയുമ്പോഴത്തേനും തമ്പിക്ക് പിന്നെ പിടിച്ചിരിക്കാൻ പറ്റില്ലെന്നറിയാം. അതിനേക്കാളുപരി അപർണ അറിഞ്ഞ് തമ്പിക്ക് പിന്നെ പിടിച്ചിരിപ്പില്ലല്ലോ. അമ്മ ഇത് മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു. അമ്മയുടെ മനസ്സിലെ വിഷമങ്ങളും വേദനകളും എല്ലാം അമ്മ ദൈവത്തെ സമർപ്പിച്ച അമ്മ ഇത്രയും നാളിരുന്നേ. ആ സേനം മരിച്ച സമയത്തും അമ്മയുടെ മുഖത്തൊരു ചിരി ഞാൻ കണ്ടായിരുന്നു. അതേ ചിരി ഇപ്പം തമ്പി മരിച്ചപ്പോഴും ഞാൻ കണ്ടു. അമ്മ പതുങ്ങിയിരുന്ന് അമ്മ കാര്യങ്ങളൊക്കെ നടത്തി. കാരണം അമ്മയ്ക്ക് തന്നെ അറിയായിരുന്നു ഒടുവിൽ സംഭവിക്കാൻ പോകുന്ന ഇതാന്ന്. അമ്മ അനുഭവിച്ച വേദന അത്രമാത്രം വേദന സഹിച്ചായിരുന്നല്ലോ. ശരിക്കും ആ സമയത്ത് രാധാമണി മുറിയിൽ എങ്ങനെ ഇരുന്ന് ആലോചിക്കുവാണ്. രാധാമണിക്ക് ഒരു ചിരിയാണ് മുഖത്ത്. കാരണം തന്നെ ദ്രോഹിച്ചവരെല്ലാം ഒന്നൊന്നായി പോയി കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ ഒരു അന്തി വേണം അയാൾക്ക് താൻ പ്രതീക്ഷ. അയാൾ ആത്മഹത്യയും തനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് താൻ വസുന്ധരയുടെ സത്യാവസ്ഥയൊക്കെ തുറന്നു പറഞ്ഞ്. അവസാനം അത് തന്നെ സംഭവിച്ചു. അയാൾക്ക് കിട്ടേണ്ട ശിക്ഷ കിട്ടി. തൻ്റെ മോളെ പോലും കൊല്ലാൻ ശ്രമിച്ചവനാ. ശരിക്കും പറഞ്ഞാൽ അയാൾ കുറച്ചുകൂടെ നരയിക്കേണ്ടതായിരുന്നു. എന്നാലും കുഴപ്പമില്ല. അങ്ങനെ പല പല ചിന്തകളൊക്കെ രാധാമയുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ഈ സമയത്ത് ജാനകി അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിച്ചു, അല്ല അമ്മ എന്തമ്മേ ആലോചിക്കണേ? ഒന്നുമില്ല മോളെ, എനിക്കറിയാം അമ്മയുടെ മനസ്സിൽ എന്താന്ന്. അമ്മയ്ക്ക് ഇപ്പം മനസ്സിൽ സന്തോഷമായിരിക്കുമല്ലേ? സന്തോഷമാണെന്ന് ചോദിച്ചാൽ 100 വട്ടം സന്തോഷം മോളെ. എൻ്റെ മോളെ എല്ലാവരെയും അയാൾ അപമാനിച്ചു, അതുപോലെ തന്നെ കൊല്ലാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് എത്ര വേവലാതിപ്പെട്ടെന്നറിയാവോ? വർഷങ്ങളോളം എനിക്ക് എൻ്റെ മോളെ നഷ്ടപ്പെട്ടു. അതിനെല്ലാം കാരണക്കാരൻ അയാളാണ്. അതിനേക്കാൾ ഇവർ എൻ്റെ അച്ഛനെ കൊന്നത്. അതൊക്കെ എനിക്ക് അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുന്ന കാര്യമാണോ? അയാളുടെ വിധി ഞാൻ നേരത്തെ മനസ്സിൽ കണ്ടതാ മോളെ. ഇതിങ്ങനെ സംഭവിക്കുള്ളൂ എനിക്ക് അറിയാമെന്ന് പറയണം. അപ്പോഴേക്കും ജാനകി പറഞ്ഞു, ശരിയാ, പക്ഷെ അപർണയുടെ കാര്യം ഓർത്തിട്ട് എനിക്ക് വിഷമമുണ്ട്. കാരണം അവളുടെ അച്ഛൻ പറഞ്ഞ് കേട്ടാ വളർന്നു വന്നേ. അതാണ് അവൾ അങ്ങനെയായി തീർന്നത്. ഒരുപക്ഷെ അവളുടെ അമ്മ പറഞ്ഞ് കേട്ട് അവൾ വളരുവായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. അവൾ ജനിച്ചപ്പോൾ മുതൽ അവളുടെ മനസ്സിലേക്ക് വിഷം കുത്തി നിറച്ച അവളുടെ അച്ഛൻ തമ്പി. അതുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊരു പെണ്ണായി പോയത്. അല്ലായിരുന്നെങ്കിൽ അവളൊരു നല്ല പെൺകുട്ടിയായി തീരേണ്ടതായിരുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രാധാമണി പറഞ്ഞു, അത് ശരിയാ. അല്ല ഇനിയിപ്പോൾ എന്തായിരിക്കും അമ്മൻ്റെ തീരുമാനം? അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ലമ്മേ. കാര്യങ്ങളൊക്കെ കഴിയട്ടെ, അതിനുശേഷം എന്തെങ്കിലും തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ അങ്ങനെ പെട്ടെന്ന് നമുക്ക് അപർണയെ കൈവിടാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ജാനകി രാധാമണിയോട് പറയുന്നുണ്ട്. ഈ സമയത്തെല്ലാം നെഞ്ചു പൊട്ടി അപർണ പടനിലത്തെ വീട്ടിൽ ഇരിക്കുകയാണ്. അപർണയുടെ മനസ്സിൽ കൂടെ പല ചിന്തകളും കടന്നു പോകുന്നുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, സംഭവിക്കാനുള്ള സംഭവിച്ചു. ഇത്രയും വലിയ ക്രൂരത ചെയ്ത അച്ഛന് ഒരിക്കലും ഭൂമി ജീവിച്ചിരിക്കാൻ പോലും അർഹതയില്ലെന്നുള്ള കാര്യം അപർണൻ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇനി തൻ്റെ ജീവിതം എന്താവുന്നു പോലും അപർണയ്ക്ക് അറിയില്ല.
ഇത്രയും കാലം അമലിനെ വല്ല കുറ്റപ്പെടുത്തി അമലിനെ തള്ളിക്കളഞ്ഞ. പക്ഷേ ഇനിയിപ്പോൾ അമലിൻ്റെ കാല് പിടിക്കേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.